നമസ്കാരം കൂട്ടുകാരെ. ശരത്ലാൽ ഓവിയുടെ നന്ദിനിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നന്ദിനി. കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ട് അധികം നേരമായിട്ടില്ല. ശോണിത വർണ്ണത്താൽ വാനം നിറഞ്ഞു കവിയുകയാണ്. സൂര്യശോഭ ചിറക്കൽ ഗ്രാമമാകെ പ്രഭാപൂരിതമാക്കി. അവിടെ അന്നത്തെ ദിവസം തുടങ്ങാനായി ആളുകൾ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു തുടങ്ങി. പാതയോരത്തുള്ള ആദ്യ 2 നിലയുള്ള മുട്ടപ്പാവിൽ ഒരു പെൺകുട്ടി അവളുടെ നീണ്ട തലമുടി ചീകി ഒതുക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ആ പാതയോരത്തു നിന്നും കാണാവുന്ന കാഴ്ച. അവളുടെ മുടിയിൽ തട്ടി സൂര്യപ്രകാശം തെല്ലൊരു നാണത്തോടുകൂടി പുളഞ്ഞ് ഗതിമാറി ചിതറുകയാണ്. അവളാണ് നന്ദിനി, നഗരത്തിലെ വിഖ്യാതമായ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിനി. അവൾ അവളുടെ മുടി ചീകിയൊതുക്കൽ അവസാനിപ്പിക്കുന്നില്ല. അവളുടെ ആത്മസുഹൃത്ത് അമ്മ വരുന്നതുവരെ ആ ചീകിയൊതുക്കൽ തുടരാറുണ്ട്. അതാണ് പതിവ്. പക്ഷേ ഇന്നെന്തോ അമ്മ കുറച്ചു വൈകിയെന്ന് തോന്നുന്നു. നന്ദിനി മുടി ഒതുക്കി കെട്ടാൻ ആരംഭിച്ചിരുന്നു. പിന്നെ അവൾ ദൂരെ പാതയോരത്തെ വഴിയാത്രക്കാരെ ശ്രദ്ധിച്ചിരുന്നു. പത്രക്കാരൻ സുധാകരേട്ടൻ പത്രം നീട്ടി വീടിന് മുന്നിലെ വഴിയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയി. അമ്മുമ്മ പത്രം എടുക്കാനായി പോകുന്നുണ്ടായിരുന്നു. തലമുടി നരച്ച് കൊലുന്ന ശരീരമുള്ള ആ ഒരു പടുവൃദ്ധയാണ് അമ്മുമ്മ. ആ മുടികെട്ടലിലെവിടെയോ ഒളിച്ചു വെച്ച തുളസിക്കതിരിൻ്റെ ഒരു ചെറുനാമ്പ് നന്ദിനിക്ക് കാണാമായിരുന്നു. അമ്മുമ്മ വീടിന് മുന്നിലുള്ള പലചരക്ക് കടക്കാരൻ ഗോപിയേട്ടനോട് എന്തോ കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു. നന്ദിനി അമ്മുവിനെയും നോക്കിയിരിപ്പാണ്. കുറേ സമയം കടന്നുപോയി. ദൂരെ നിന്നും സാമാന്യ ഉയരമുള്ള മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ചാരനിറത്തിലാണ്. കണ്ടാലറിയാം അതു കഴുകിയിട്ട് ദിവസങ്ങളായെന്ന്. ഒരു കള്ളിമുണ്ടും ഫുൾ കൈ ഷർട്ടുമാണ് വേഷം. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടാണ് വരവ്. പക്ഷേ അയാളുടെ മുടി മാത്രം സുന്ദരമായിരുന്നു. ചുരുണ്ട് നീണ്ട തലമുടി. അത് തോളോട് മുട്ടിയും ഉരുമിയും തെന്നിമാറും. അയാൾ നന്ദിനിയുടെ വീടിന് മുന്നിലായി നിന്ന ശേഷം എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ച് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അയൽവാസി കുട്ടികൾ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഭ്രാന്തൻ! നന്ദിനിക്കും അങ്ങനെ തോന്നി. അയാൾ ഗോപിയേട്ടൻ്റെ കടത്തിണ്ണയിൽ കയറിയിരുന്നു. എന്താണ് എല്ലാ ഭ്രാന്തന്മാരും ഈ തെരുവിൽ തന്നെ വരുന്നത്? കഴിഞ്ഞയാഴ്ചയാണ് ഒരാൾ മരണവളവിൽ തീവണ്ടി തട്ടി മരിച്ചത്. അയാളും ഒരു ഭ്രാന്തനായിരുന്നു. ഒരു പക്ഷേ മരിക്കാൻ വേണ്ടി ഒരു വളവുണ്ടല്ലോ ഇവിടെ. തീവണ്ടികൾ പരമാവധി സ്പീഡ് കുറച്ചിട്ടേ അതുവഴി കടന്നു പോവുകയുള്ളൂ. ഒരുപക്ഷെ അവർക്കും അറിയാമായിരിക്കും ഒരു മനുഷ്യജീവി അവിടെ എവിടെയോ മരണം വരിക്കാൻ കാത്തു കിടപ്പുണ്ടെന്ന്. പ്രകൃതിയുടെ സഹജ സൗന്ദര്യവും ദൈവിക ഭാവവും മരണത്തിൻ്റെ നിശബ്ദതയും ഉള്ളതുകൊണ്ടാവാം മനുഷ്യൻ ഈ തെരുവിൽ തന്നെ ഭ്രാന്തനായി വരുന്നത്. അവളുടെ ചിന്തകൾ എവിടെയൊക്കെയോ അലഞ്ഞുകൊണ്ടിരുന്നു. നന്ദിനി, പോവാം! അമ്മുവിൻ്റെ വിളി കേട്ടാണ് നന്ദിനി ചിന്തകളിൽ നിന്നുണർന്നത്. സമയം 9-നോടടുത്തിരുന്നു. അവൾ താഴോട്ടോടി. പുസ്തകം വാരി നിറച്ച ബാഗുമായി ഉമ്മറത്തെത്തി. അമ്മ നീട്ടിയ ചോറ്റുപാത്രവും എടുത്ത് റോഡിലേക്ക് ഓടി. സൂക്ഷിച്ചു പോണം, അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശരി അമ്മേ. ഒരു ശരാശരി ബ്രാഹ്മണ സ്ത്രീ. റോഡിലെ പാലക്കാട്ടെ വാമദേവൻ നമ്പൂതിരിയുടെ ഇളയ മകൾ. അവൾ പേര് കേട്ട മനയാണ്. ഒരേ ഒരു സന്താനമാണ്. വർഷങ്ങളോളം ചിറക്കലെത്തിയതെന്ന് ചികിത്സിച്ചുമാണ്. പാലക്കാട്ടായിരുന്നു നന്ദിനിയുടെ അച്ഛൻ്റെ കോളേജ് പഠനം. മൃദംഗ വായനയിൽ നല്ല കമ്പമായിരുന്നു അദ്ദേഹത്തിന്. കോളേജ് കലോത്സവത്തിലാണത്രേ സേതുലക്ഷ്മി ആദ്യമായി കണ്ടത്. മെലിഞ്ഞ് സുന്ദരിയായ സേതു അന്ന് പാലക്കാടുള്ള ഒരു സംഗീത കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിൽ പങ്കെടുക്കാനായാണ് അവൾ അവിടെ എത്തിയത്. അവരുടെ കണ്ടുമുട്ടൽ തുടർച്ചയായി. സേതുലക്ഷ്മിയുടെ പിതാവ് വാമദേവൻ നമ്പൂതിരിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു കല്യാണം. സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ദൈനംദിന ചെലവുകൾ. ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാരി കർമ്മങ്ങൾ ആയിരുന്ന അയാളുടെ അച്ഛൻ. തുച്ഛമായ വരുമാനം. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ പണിയാളന്മാർക്ക് കിട്ടി. ശേഷമുള്ള സ്ഥലവും വീടും തറവാട്ടുകാരനവർ സ്വന്തമാക്കി. ഒടുവിൽ ഒരു പഴയ വാടക വീട്ടിലായിരുന്നു അവരുടെ താമസം. ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. സ്വന്തമായുള്ളത് കാല് നിലത്തുറപ്പിക്കാനാവാത്ത ഭൂമിയും അച്ഛനും പിന്നെ അയാളെന്ന പഞ്ചഭൂത നിർമ്മിത മനുഷ്യനും. പ്രണയം തുരയിൽ അവർക്ക് ഭക്ഷണം വേണ്ടായിരിക്കാം. പക്ഷേ വാമദേവൻ നമ്പൂതിരിക്കറിയാം അഷ്ടിക്ക് വകയില്ലാത്തവന് സ്വന്തം മകളെ നൽകിയാലുള്ള അവസ്ഥ. പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ വീടങ്ങ് ദൂരെയും.